2005 രാഷ്ട്രീയ ഗുരുവിനെ വെട്ടിയൊതുക്കി പാർട്ടിയിലെ അവസാന വാക്കായി CPM-ൽ പിണറായി വിജയൻ മാറിയത് മലപ്പുറത്താണ്. VS അച്യുതാനന്ദനെ പാർട്ടിയിൽ തോൽപ്പിച്ചത് മലപ്പുറത്ത് എങ്കിൽ അതേ മലപ്പുറം പിണറായിക്ക് 2024 വില്ലനാകുന്നു. കാലം കാത്തുവച്ച കാവ്യനീതി പോലെ CPM-നെ പിടിച്ചുലയ്ക്കുകയാണ് PV അൻവർ ഉയർത്തിവിട്ട മലപ്പുറം എന്ന വിവാദം. ഇതിൽ 2 പതിറ്റാണ്ടിന് ശേഷം പിണറായിക്ക് നേരെ CPM-ൽ ചോദ്യം ഉയരുന്നു. പിണറായിസം വീഴുമോ എന്ന ചർച്ച സജീവമാവുകയും ചെയ്യുന്നു. CPM-ന്റെ മലപ്പുറം സമ്മേളനത്തിലാണ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിയായി പിണറായി വിജയൻ മാറിയത്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ഗുരുനാഥന്റെ ചിറകുകൾ പിണറായി അരിഞ്ഞു വീഴ്ത്തിയത് ഈ സമ്മേളനത്തിലാണ്. VS-ഉം പിണറായിയും 2 ധ്രുവങ്ങളിലായി നിന്ന സമയത്തായിരുന്നു 2005-ലെ മലപ്പുറം സമ്മേളനം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം വേണ്ട എന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേന്ദ്ര നേതൃത്വം ഔദ്യോഗിക പക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച പാനലിനെതിരെ VS പക്ഷത്തുനിന്ന് 12 പേർ മത്സരിച്ചു. 12 പേരും മലപ്പുറത്ത് തോറ്റു. പിന്നീട് 2024 വരെ CPM-ൽ പിണറായി മാത്രമാണ് എല്ലാം തീരുമാനിച്ചത്. ആരും ഒന്നും ചോദിച്ചില്ല. അതിനാണ് കഴിഞ്ഞ ദിവസം മാറ്റമുണ്ടായത്. മലപ്പുറത്തായിരുന്നു പിണറായിയോടുള്ള ചോദ്യങ്ങൾ. അതായത് VS-നെ വെട്ടിവീഴ്ത്തിയ മലപ്പുറം പിണറായിക്ക് ഇന്ന് ഉത്തരമില്ലാ ചോദ്യം. വരും ദിവസങ്ങളിലും ചോദ്യങ്ങൾ ഇനി ഉയരും. അങ്ങനെ VS-നെ വെട്ടിയൊതുക്കിയ മലപ്പുറം പിണറായിക്കും CPM-ൽ വെല്ലുവിളിയാവുകയാണ്. VS-ന്റെ പിന്തുണയിലാണ് പിണറായി പാർട്ടി സെക്രട്ടറിയായത്. പിന്നീട് ആ VS-നെ പിണറായി വെട്ടിയൊതുക്കിയെന്നതാണ് വസ്തുത. പിണറായി സെക്രട്ടറിയായി സമ്മേളനത്തിലൂടെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലായിരുന്നു. VS-ന്റെ ജില്ലയായ ആലപ്പുഴയിലെയും തൃശൂരിലെയും വിഭാഗീയതയായിരുന്നു ആ സമയത്ത് പ്രധാന ചർച്ചാ വിഷയം. സമ്മേളനത്തിന് പിന്നാലെ നടപടിയുണ്ടായി. പരോക്ഷമായി അത് VS-നാണ് തിരിച്ചടിയായത്. വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 3 പേരും VS പക്ഷക്കാരായിരുന്നു. പതിയെ VS പക്ഷക്കാരെല്ലാം ഔദ്യോഗിക പക്ഷത്തേക്ക് അടുക്കുന്നതും ആ സമ്മേളനകാലം മുതലാണ്. മലപ്പുറത്ത് സമ്മേളനം എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം എതിരായി. പാലക്കാട് സമ്മേളനത്തിൽ VS വെട്ടിനിരത്തിയ MM ലോറൻസിനെ പോലെയുള്ളവർ തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് VS-ന് ഇരട്ടി പ്രഹരമായി. VS-ന്റെ ചാവേർപ്പടയായി നിന്ന് തോറ്റവരിൽ പലരും പിന്നാലെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടു. 2006-ലെ തെരഞ്ഞെടുപ്പിൽ VS-ന് സീറ്റ് നിഷേധിക്കുന്നതിന് വരെ കാരണമായി ഈ സമ്മേളനം. സംസ്ഥാന സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ സ്ഥാനാർത്ഥി പട്ടികയിൽ VS ഉണ്ടായിരുന്നില്ല. പാർട്ടി അന്നുവരെ കാണാത്ത പ്രതിഷേധം നാട്ടിലുണ്ടായപ്പോഴാണ് നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നത്. അങ്ങനെ VS മുഖ്യമന്ത്രിയായി. അപ്പോഴും പാർട്ടിയിലെ അവസാന വാക്ക് പിണറായി ആയിരുന്നു. തുടർഭരണത്തിലൂടെ 2ാം വട്ടം പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ആരും ഇനി ചോദ്യം ചെയ്യാനുണ്ടാകില്ലെന്ന് കരുതി. പക്ഷേ അതാണ് തകരുന്നത്. പിണറായിക്കും ചോദ്യങ്ങൾ മറുപടി പറയേണ്ട കാലമെത്തി. പാർട്ടി ജനാധിപത്യത്തിലേക്ക് CPM വഴിമാറുന്നുവെന്ന ചർച്ച വീണ്ടും സജീവമാകുന്നു. അതും ഒരു സമ്മേളന കാലത്ത്. 2025-ൽ കൊല്ലത്താണ് CPM സംസ്ഥാന സമ്മേളനം. മലപ്പുറത്തെ സമ്മേളനം 20 കൊല്ലം മുമ്പായിരുന്നു. 2 പതിറ്റാണ്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിപ്പിടിച്ച പിണറായിക്ക് അടുത്ത വർഷം കൊല്ലത്തെ സമ്മേളനത്തിലും വലിയ കോട്ടം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ കൊല്ലത്തും പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരും.